തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജിയുടെ കൊൽക്കത്തയിലെ വസതിയിൽ വൻ പോലീസ് സംഘം. അനധികൃത നിർമ്മാണത്തെ തുടർന്ന് അഭിഷേക് ബാനർജിയുടെ 17 സ്വത്തുക്കൾക്ക് കൊൽക്കത്ത കോർപ്പറേഷൻ നേരത്തെ നോട്ടീസ് നൽകിയിരുന്നു. നോട്ടീസിന് മറുപടി നൽകാനുള്ള സമയപരിധി ഇന്ന് അവസാനിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പോലീസ് നടപടി. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ചേരുകയാണ്. നന്ദൻ, എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്? അഭിഷേക് ബാനർജിയുടെ വസതി ഉൾപ്പെടെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട 17 ബസ്സുകളിൽ വൻതോതിൽ അനധികൃത നിർമ്മാണങ്ങൾ നടത്തുന്നതെന്ന് കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ടെത്തിയിരുന്നു. ഇതിന് വിശദീകരണം നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് 7 ദിവസത്തെ കർശന നിയമപരിധി നൽകിക്കൊണ്ട് അഭിഷേക് ബാനർജിക്ക് നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസ് പരിധി ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് വൈകുന്നേരത്തോടുകൂടിയാണ് അത് അവസാനിച്ചത്. അഭിഷേകിന്റെ മാതാപിതാക്കളുടെ പേരുള്ള സ്വത്തുക്കളും അദ്ദേഹത്തിന്റെ ഉടമസ്ഥതയിലുള്ള ലീഡ് ആൻഡ് മൗണ്ട്സ് കമ്പനി കോർപ്പറേഷന്റെ എന്നീ ഉൾപ്പെടെയുള്ള വസ്തുവകകൾക്കാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. തുടർന്ന് ഇന്ന് നോട്ടീസിന്റെ കാലാവധി അവസാനിച്ചപ്പോഴും അദ്ദേഹം മറുപടി നൽകാൻ തയ്യാറായില്ല. തുടർന്നാണ് വൻ പോലീസ് സന്നാഹം ഇദ്ദേഹത്തിന്റെ വസതി ഉൾപ്പെടെയുള്ള ഈ അനധികൃത കയ്യേറ്റങ്ങൾ നടന്ന സ്ഥലത്തേക്ക് എത്തിയിരിക്കുന്നത്. ഇപ്പോഴും ഈ പോലീസ് സന്നാഹം ഇവിടെ തുടരുകയാണ്. എന്ത് നടപടിയാണ് മുനിസിപ്പൽ കോർപ്പറേഷൻ കൈക്കൊള്ളുന്നത് എന്നുള്ളത് ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. ശ്യാം, ഇപ്പോഴും നന്ദൻ, ഈ കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷന്റെ ഭരണം തൃണമൂലിന് തന്നെയാണെന്ന് തോന്നുന്നു, അല്ലേ? നിലവിൽ ഭരണം അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. എന്നിരുന്നാൽ തന്നെയും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്ന നീക്കങ്ങൾ അത് സ്വാഭാവികമായും മുനിസിപ്പൽ കോർപ്പറേഷൻ അംഗീകരിക്കുക കൂടി വേണ്ട ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ അനധികൃത കെട്ടിടങ്ങൾ കണ്ടെത്തുകയും ചില കെട്ടിടങ്ങളിൽ കൂട്ടിച്ചേർക്കൽ നടത്തുന്നതിന് അനുമതിയില്ലാതെയായിരുന്നു അത് നടത്തിയത് എന്നുള്ളതടക്കം കണ്ടെത്തിയത്. ഇതിന്റെ പശ്ചാത്തലത്തിലാണ് നോട്ടീസ് നൽകിയതും. അതായത് പൂർണ്ണമായും അനധികൃത കയ്യേറ്റമെന്ന് കണ്ടെത്തിക്കൊണ്ട് തന്നെയാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. അതേസമയം തൃണമൂൽ ഇത് രാഷ്ട്രീയമായിട്ടുള്ള പകപോക്കൽ എന്നുള്ള ആരോപണമാണ് തൃണമൂൽ ഉന്നയിക്കുന്നത്. എന്നാൽ അതിൽ യാഥാർത്ഥ്യമില്ല എന്നുള്ളതാണ് പശ്ചിമ ബംഗാൾ സർക്കാരും വ്യക്തമാക്കുന്നത്. എന്തായാലും ദേശീയ രാഷ്ട്രീയത്തിന്റെ മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കൊൽക്കത്തയിലേക്കാണ്. അനധികൃതമായി പിടിച്ചടക്കിയ സ്വത്തുക്കൾ അഭിഷേക് ബാനർജി ഒരു സുൽത്താനെ പോലെ കഴിഞ്ഞ 15 വർഷമായി അവിടെ വിരാജിച്ചിരിക്കുകയാണ്. ഇപ്പോൾ നിയമലംഘനം കയ്യോടെ പൊക്കുകയും അതിനെതിരെ ശക്തമായ നടപടിയും ഉണ്ടാകാൻ പോവുകയാണ്. എല്ലാ ശ്രദ്ധയും, ദേശീയ രാഷ്ട്രീയത്തിന് മുഴുവൻ ശ്രദ്ധയും ഇപ്പോൾ കൊൽക്കത്തയിലേക്ക് വരികയാണ്. നമുക്ക് അപ്ഡേറ്റുകളുമായി വീണ്ടും പ്രിയപ്പെട്ട പ്രേക്ഷകരിലേക്ക് എത്താം.